ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വ്ളോഗ് ഞങ്ങൾ ബഹ്റിനിൽ പോയി വരുന്ന ഒരു വ്ളോഗായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമ്മളവിടെ പോകുന്നതും നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ, അവിടെ നമ്മൾ കറങ്ങുന്നതും പ്ലേസസും, പിന്നെ എനിക്ക് അവിടെ ഒരു ഷൂട്ടുണ്ട്, ജിമ്മിൽ ഷൂട്ടുണ്ട്. അപ്പം അതും അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും ഒക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് പോകുന്നത്. നമ്മുടെ കൂടെ ശ്രീകുമാർ അങ്കിളുണ്ട്, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. സോ ഹീ ഈസ് ഓൾസോ വിത്ത് അസ്. ആൻഡ് സുധിയും ബഹ്റിനിലാണ്. സോ അവൻ്റെ ജിമ്മിൽ തന്നെയാണ് എനിക്ക് ഷൂട്ടുള്ളത്. ജസ്റ്റ് വീക്കെൻഡ് ബഹ്റിനിൽ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങുക, തിരിച്ചു വരിക. ഇതാണ് പ്ലാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾ റൂമിലാണുള്ളത്. ഇപ്പം സമയം 2:51. യെസ്. അപ്പം ഇനി നാളെ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്നറിയില്ല. പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണും. സോ അതും നിങ്ങളെയും കൂടി കാണിക്കുന്നതായിരിക്കും. യെസ്, ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുന്നവർക്കും ആൻഡ് അത് ക്ഷമയോടിരുന്ന് കാണുന്നവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വ്യൂസൊക്കെ വരുമ്പം ഭയങ്കര സന്തോഷമാണ്. സോ കീപ് സപ്പോർട്ടിങ് മീ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, വീഡിയോ കാണുക. നെഗറ്റീവ്സും പോസിറ്റീവും രണ്ടും എനിക്കിഷ്ടമാണ്. നെഗറ്റീവ് കമൻറ്റ്സ് ഇഷ്ടമാണ്, പോസിറ്റീവ് കമൻറ്റും ഇഷ്ടമാണ്. സോ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, എവിടെയൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ തിരുത്തുന്നതായിരിക്കും. സോ ഇപ്പം ഞാൻ എൻ്റെ ഒരു അറിവും ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ ഇന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയാണ് യൂട്യൂബ് തുടങ്ങിയൊന്നുമില്ല. ഞാനിപ്പം സൗദിയിൽ വരുമ്പോൾ പേരൻസിൻ്റെ കൂടെയുള്ള ക്വാളിറ്റി ടൈം, അതുപോലെ തന്നെ നമ്മളിപ്പം കുക്കിംഗ് എന്തെങ്കിലും ചെയ്യാൻ, പിന്നെ നമ്മളിവിടെ കുറേ ഗെറ്റ് ടുഗദേഴ്സ് വരാറുണ്ട്, വീക്കെൻഡ് പാർട്ടീസൊക്കെ വരാറുണ്ട്. അപ്പം അതൊക്കെ ഷൂട്ട് ചെയ്യാൻ നിങ്ങളിവിടെ കാണിക്കുക. അതുപോലെ തന്നെ അതെനിക്കൊരു മെമ്മറി ആയിട്ട് യൂട്യൂബിൽ കിടക്കുകയും ചെയ്യും. സോ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് സേവ് ചെയ്യാനൊക്കെ ഇതൊരു നല്ല ഹെൽപ്പാണ് ആക്ച്വലി. അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം ഇതെടുത്ത് നോക്കുമ്പോൾ ഓക്കെ ഐ ഫീൽ ഹാപ്പി. ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ. ഫോണിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൽ പിന്നെ നമ്മൾ ഹാർഡ് ഡിസ്കിലോട്ടാക്കും അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് മാറ്റും. അത് പിന്നെ ഞാനങ്ങനെ നോക്കാറില്ല. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുറേ പ്രോഗ്രാംസും അതൊക്കെ ചെയ്തിട്ടുണ്ട്, വീഡിയോസും എല്ലാം. അതെല്ലാം എൻ്റെ ലാപ്ടോപ്പിലും ഹാർഡ് ഡിസ്കിലാണ്. സോ അതൊന്നും ഞാൻ നോക്കാറേ ഇല്ല, അതിങ്ങനെ അവിടെ കിടക്കുക. പക്ഷേ ഇത് യൂട്യൂബിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈസി ആക്സസ് ആണ് ആക്ച്വലി. പിന്നെ മെമ്മറിയാണ്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കൂടി കാണാൻ പറ്റും, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി. സോ ഇതൊരു കണ്ടൻറ്റ് ഇതൊന്നും അല്ല. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഐ ഡു. പിന്നെ ഇതൊരു ഹാപ്പി പ്ലേസ്, എൻ്റെ ഒരു ഹാപ്പി പ്ലേസ്, എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് മീ. ഒരു ഫാമിലി വൈബ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി പാർട്ടി, ഗെയിംസൊക്കെ ഇടണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ, അത് ഞാനിപ്പം എൻ്റെ ഡെയിലി മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സോ അതും ഞാൻ ഇടുന്നതായിരിക്കും. സ്കിൻ കെയർ റൂട്ടീൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇടണം എന്നുണ്ട്. സോ അതെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ തൻ്റെ ബഹ്റൈൻ കോസ്വേയിലോട്ട് കിടക്കാൻ പോവാണ്. സൗദി അറേബ്യയിൽ നിന്ന് കോസ്വേയുടെ ഫസ്റ്റ് എൻട്രിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്ത ഫോർമാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാറുവിൻ്റെ വിസ അടിക്കണം. വിസ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബഹ്റിലോട്ട് കയറും. സൗദിയും ബഹ്റൈനും കൂടെ അടുത്താണ്. എന്തേലും പറയടാ. നോക്കിയെന്നാ ഗൈസ്, ഇതാണ് സുധിയുടെ ജിം. അപ്പോൾ നിനക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. ലേഡീസ് ഒന്നും ഇല്ലല്ലോ. ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഷൂട്ടിനുള്ള ഔട്ട്ഫിറ്റ്. അമ്മ ചിരിച്ചെന്ന്.
എന്നെ മാത്രം ഫോക്കസ് ചെയ്യും. നീ ഒന്നിരുന്നേ, നീ ആ ചെയറിലിരിക്കും. എടാ ചെയറിലിരുന്നേ, അതാണ് ഇവിടുത്തെ ക്യാമറ. ഇത് സുധിയുടെ ചെയറാണ് കഴിച്ചത്. സുധി ഇവിടെ നിൽക്കുന്നത്. സുധി അവിടെ ഇരിക്കാറില്ല. ബിക്കോസ് എല്ലാ സുധി ഇരിക്കാത്ത ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാം. പിന്നെ അതുണ്ട് ഇതൊക്കെ. ഓ ഇത് സൗദി അല്ലല്ലേ, ഞാൻ സൗദിയിലെ അറിയാൻ നോക്കി. ഇവിടെ ഓഫറൊക്കെ ഉണ്ട്. ബഹ്റിനുള്ളവർ ഈ ജിമ്മിൽ തന്നെ വരണം കേട്ടോ. ഇതാണ് നമ്മുടെ സുധിയുടെ ജിം. എന്താ ചെയ്യുന്ന? പിടിച്ചോണ്ടിക്ക, എന്തെങ്കിലും ചെയ്. രസമുണ്ട്, രസമുണ്ട്. ആ ഇതാണ് നമ്മുടെ സൂംബ ഡാൻസ് മാർഷൽ ആർട്സ് റൂം. ഹലോ ഹലോ റാംബോ ഫിറ്റ്നസ്. ഇത് കൊള്ളാട്ടോ, ഇത് ഞാൻ കണ്ടിട്ടില്ലേ. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ചെറിയ ചെറിയ അക്ഷരങ്ങളായതുകൊണ്ട് തന്നെ അമ്മ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് വായിക്കാൻ. ഞങ്ങൾ ബാങ്കോക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. അവിടുത്തെ സൂപ്പ് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ക്രിസ്പി ഡ്രാഗണും പിന്നെ അതുപോലെ ബീഫിൻ്റെ ഒരു ഐറ്റമും പിന്നെ വേറൊരു കറിയും ഷെസ്വാൻ ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് കൂടുതലും ചൈനീസ് ഡിഷസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പക്ഷേ ഇഷ്ടമായി. അവർക്ക് ഇന്ത്യൻ സ്പൈസിനെസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ബട്ടർഫ്ലൈ. ഈ ബട്ടർഫ്ലൈയുടെ ലുക്കാണ്. ബട്ടർഫ്ലൈയുടെ ഇതിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇതിന് ബട്ടർഫ്ലൈ എന്നാണ് പേര് വന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കയറുന്ന തന്നെ ഇത്
വിൽ ക്ലോസ് പിന്നെ ഒരു മിററുണ്ട്. ഇവിടെ കുറച്ച് ഈ ഡ്രോവേഴ്സൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഹോളാണ്. ഇതൊരു ഹോൾ. We have a TV there and അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ. വി ഹാവ് സം സോഫാസ് ആൻഡ് സം ടീപ്പോസ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണാണ്. ഇതാണ് കിച്ചൺ. This is the kitchen. We have some plates. Glass. Then we have this oven. സംഭവങ്ങളൊക്കെ. A fridge. ഇതാണ് കിച്ചൺ. കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. പിന്നെ നെക്സ്റ്റ് ബെഡ്റൂമാണ്. ഒരു ട്വിൻ ബെഡാണ്. കാണാൻ പറ്റില്ല, അതെൻ്റെ പെട്ടി. അതിൽ നമുക്കിവിടെ if you want to keep something we can keep. പിന്നെ നമുക്ക് വാഷ്റൂംസ്. ഇതാണ് ഒരു വാഷ്റൂം. ആൻഡ് നമ്മളിവിടെ നിന്ന് നേരെ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാണ്. ദ മാസ്റ്റർ ബെഡ്റൂം. ദ മാസ്റ്റർ ബെഡ്റൂമിൽ ആദ്യം തന്നെ നമുക്കൊരു വാഷ്റൂമാണ് ഗെയിൻ. സെയിം. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ നമ്മുടെ ബാത്ത് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. ദെൻ വി ഹാവ് ദിസ് വൺ ഷവർ ആൻഡ് ബാത്ത് ടബ്. And we have a long mirror. And then നമ്മൾ നേരെ ആൻഡ് ഇതാണ് റൂം. ഇതാണ് മോർണിംഗ് വ്യൂ. അമ്മ അവിടെ കിടപ്പുണ്ട്. ഇവിടെയും അവിടുത്തെ പോലെ സെയിം കബോർഡുണ്ട്, ഡ്രസ്സൊക്കെ വെച്ചിടാൻ. അവിടെ നോക്കണ്ട. ഈ വ്യൂ അടിപൊളിയാണ്. ആൻഡ് ഇവിടുത്തെ ലൈറ്റ് നമുക്കിത് ഫുൾ ബ്രൈറ്റ്നെസ്സിലിടാം. ആൻഡ് ദെൻ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കുറയ്ക്കാൻ പറ്റും. ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. വലിയ വ്യൂ ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഫൈൻ. ഗൈസ് നമ്മൾ കാലിക്കറ്റ് ഫുഡ്
ഇതിൽ നിന്ന് മേടിച്ചു. മട്ടൻ ബിരിയാണി അച്ഛൻ മേടിച്ചു. ആൻഡ് അമ്മ ചട്ടിച്ചോറ്. അങ്കിൾ ഓൾസോ മട്ടൻ ബിരിയാണി. ഞാൻ പൊതി ബിരിയാണി. അമ്മ കഴിക്കുന്നതാണ് ചോറ്, ബീട്രൂട്ട്, ചമ്മന്തി എല്ലാം ഉണ്ട്. മുട്ട, ചിക്കൻ, മീൻ, ബീഫ് എല്ലാം ഉണ്ട് ഗൈസ്. അങ്കിള് ഹെനൻസി ഒഴിച്ചു. ഹെനസി. എൻ്റെ പൊതിച്ചോറ്. നല്ലൊരു പേഴ്സണാലിറ്റി. എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും പറ. ഇത്രേ ഉള്ളോ? ഇതാണോ റിയലി ഹാപ്പി? ആര്യൻ ഷൈയേട്ടൻ എന്തോ ഗൈസ്, ഇതൊരു ഇന്ത്യ പാകിസ്ഥാൻ കപ്പിൾസ് ആണ്. ഇതേത് അപ്പുറത്തെടുത്തില്ല. എൻ്റെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോളെ. ഗൈസ്, ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്. But your eyebrows and all nice. Guys, ഇപ്പോൾ നമ്മൾ ബഹ്റൈനിലാണോ ഉള്ളത്? വാമേ പറയൂ എന്തെങ്കിലും. ബഹ്റൈൻ നല്ല തണുത്ത കാറ്റുണ്ട്. ഞങ്ങളിപ്പോൾ ബട്ടർഫ്ലൈയുടെ മുമ്പിലാണ്. ബട്ടർഫ്ലൈ ഈസ് വെരി നൈസ് ബിൽഡിംഗ്. അവർ സുധി ബിൽഡിംഗ് ദിസ് വൺ. ടു ഷോ ദ ബിൽഡിംഗ്. ഗൈസ്, ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ബിൽഡിംഗ്. ആൻഡ് ഇറ്റ്സ് ഭയങ്കര ഒരു വിൻഡി. ഞാനിപ്പോൾ എൻ്റെ മറ്റേ ചെവിയിടുന്ന സാധനമൊക്കെ പറഞ്ഞു. ഇറ്റ്സ് ടു കോൾഡ് ഇയർ ബട്ട് ഇറ്റ്സ് നൈസ്. നല്ല നല്ല കോൾഡ് ബ്രീസ് ആണിവിടെ. അവിടുത്തെ ഇപ്പം നമ്മൾ കണ്ട ഫാമിലി ഇന്ത്യ പാകിസ്ഥാൻ കപ്പിൾസാണ്. ആൻഡ് അവിടുത്തെ ആ ആൻറ്റിക്ക് എൻ്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോംപ്ലിമെൻ്റ് ചെയ്തു. മേക്കപ്പ് കൊള്ളാമെന്ന് പറഞ്ഞു. യെസ്. മിക്സ്ഡ് ബെറി ഐസ്. ഏതാണ് പുള്ളല്? Okay. Yes, of course. Streamer connecting. Yes, connecting. Kalas, Paru. Your net coming. Kalas. Don't gurgur in that.
എടുത്തോ. എടുത്തു. എൻ്റെ വയറ് മാത്രം കാണില്ല കേട്ടോ. ചേമ്പ് വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കട, മലയാളി കട. കപ്പ എടുക്കണോ? കപ്പ ഇങ്ങനെയൊന്നും വേണ്ട. കപ്പ അവിടെ കഴുകിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഗൈസ്. കപ്പ ഇതൊന്ന് സെറ്റ് ചെയ്തോ. തീർച്ചോ എടാ ഒരു ഷൂട്ടിംഗ് ഉള്ളു. ഇത് ഇതിന് ഓർഡറാണ്. ഇതാണ് നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ഷോപ്പ്. നല്ല രസമുണ്ട്. യേശുപ്പച്ചൻ, പാപ്പ, നമ്മൾ ഇതൊക്കെ കിടക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പഴം, മുട്ട, അങ്ങനെ അങ്ങനെ കുറേ. അല്പം കുറേ ഡ്രിങ്ക്സ് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. മിൽക്ക് അല്ല, ഈ വെള്ളം വരുന്ന സാധനം ഉണ്ടോ ഗണപതിയുടെ? പറഞ്ഞോ എന്തോ പറയാനുള്ളത്? ഇവിടാണ് എന്തോ നമ്മുടെ മുട്ടായും കാര്യങ്ങളും ഇവിടെ വന്നിട്ടാണ് മുട്ടായി ഗ്യാസ് മുട്ടായി, മറ്റേ എന്തോ ഇഞ്ചി മുട്ടായി, മറ്റേ എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ പാവപ്പെട്ട ദൈവങ്ങളും പാവപ്പെട്ട ദൈവങ്ങളാണ്. ഓക്കെ, വിളക്കുകളും കാര്യങ്ങളും എല്ലാം. ആവാസം ഗണപതി, സോറി സോറി, ഇതാണ് ഗൈസ് ഗണപതി. നീ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഗണപതി അല്ല. അത് ഗണപതി. ഇതാണ് ഗണപതി. സ്റ്റാർട്ട് ചെയ്തു. ചുമ്മാ പറഞ്ഞു എന്തൊക്കെയാന്നുള്ളതെന്ന്. ഇഞ്ചി മുട്ടായി ഇങ്ങനെ ഗ്യാസ് മുട്ടായി, പിന്നെ ജീരക മുട്ടായി, അങ്ങനെ കുറച്ച് മുട്ടായികളുണ്ട്. ഇവിടെ കുറച്ച് വിളക്കുകള്, പിന്നെ സൂര്യമുഖം, സൂര്യൻ, അങ്ങനെ കുറച്ച് ഐറ്റംസ്, ദൈവങ്ങളുടെ എല്ലാ ഐറ്റംസുകളും, വിളക്കുകള്. ഇവിടെ മാമയുടെ ഇവിടെ സ്പെഷ്യലായിട്ട് എന്തോ ഉള്ളേ? ഇവിടെ സ്പെഷ്യലായിട്ട് നമുക്ക് ഇതെല്ലാം കേരളത്തിൽ നിന്നുള്ള ഐറ്റംസേ ഉള്ളൂ. ബാക്കി വേറെ ഐറ്റംസ് ഒന്നും. അതെ, വിളക്കുകൾ തന്നെ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അല്ലേ, ഇവിടെ മാസ്റ്റിക്സ് കാണുന്നുണ്ട്. ഇത് കടയുടെ പേരെന്തോ? അൽ അയാൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സൽമാനിയ. അതെ, ഇവിടെ കുറെ മേളിലൊക്കെ ഇരിക്കുന്ന അല്ലേ, എല്ലാം കേരളത്തിൽ നിന്നുള്ള. എല്ലാം കേരളത്തിൽ നിന്നുള്ള ഐറ്റംസ്. അല്ലേ, നിങ്ങൾ അപ്പം ഇങ്ങനെയാണ് എക്സ്പോർട്ട് എല്ലാം കാര്യങ്ങളെല്ലാം? എക്സ്പോർട്ട് എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് തന്നെ, കൊല്ലത്ത് നിന്ന്, വീട്ടിൽ നിന്ന് തന്നെ, നാട്ടിൽ നിന്ന് നിങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ പർച്ചേസ് ചെയ്ത്. അപ്പൊ ഈ പായൊക്കെ എന്തോന്ന്? ഇതെല്ലാം ലോക്കൽ പർച്ചേസ് ചെയ്യുന്നതാ വീട്ടില്. അല്ല, ഇത് ഏതാണ് മേഡ്? ഇത് കേരളത്തിൽ നിന്ന് നമ്മുടെ കൊല്ലത്ത് തന്നെ ചെയ്യുന്ന സംഭവങ്ങളാണ്. ആണല്ലേ? ആലുവയിൽ ചെയ്യുന്ന ക്ലേ കിണ്ടി. ഇതിന്റെ വലുത് കിട്ടുമോ? ഇതിന്റെ വലുത് ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വിളക്ക് നമുക്ക് ഈ സൈസേ ഉള്ളൂ, അത് ഇതിനു വേണ്ടി വലുതുണ്ട്. എത്ര വലുത് വരെ നമുക്ക് എത്തിക്കാൻ പറ്റും? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് സൗദിയിലേക്ക് ഒരു ഏകദേശം ഒരു ആളിന്റെ മേളിലുള്ള രൂപത്തില് എത്തിക്കാൻ പറ്റും. സ്റ്റോറിലുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഉണ്ട്? ഓക്കെ, ഫൈൻ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ സെറ്റ് ചെയ്ത് തരും. എല്ലാം അതെ, നിങ്ങളുടെ കയ്യിലുണ്ട്, സാധനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ കടിയും, ഞാൻ ഈ ബോണ്ടയുടെ പുറത്തെ സാധനം മാത്രമേ കഴിക്കത്തുള്ളൂ, അകത്തെ അമ്മ കഴിക്കും. അമ്മ ചായ മേടിച്ചു,
പിന്നെ നമ്മുടെ ഇത് കോഴിക്കോടൻ പത്തിരി. പത്തൽ. സിറ്റി സെന്ററാ? നേരെ സിറ്റി സെന്റർ. കോഴിക്കോടൻ പത്തൽ ആൻഡ് ചായ ഈവനിങ് സ്നാക്സ്. യെസ്. അല്ല ഉദ്ദേശിച്ചു ആരായിരിക്കും രാജാവ്? വേണമെങ്കിൽ മന്ത്രിയായിട്ടിരുന്നു. എൻ്റെ ജാതകത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാജാവായിട്ടേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്റെ ജാതകത്തിൽ പറഞ്ഞോണ്ട് ആ രാജാവിനെ കൊല്ലുവല്ലോ. ഒരു രാജാവിനെ കൊല്ലുന്നില്ല. ഒരു രാജാവിനെ കൊല്ലുന്നു എന്റെ ജാതകത്തിൽ. ഏത് രാജാവ്? പക്ഷേ രാജാവായിട്ട് ജീവിക്കത്തുള്ളൂ, രാജാവായിട്ട് മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ അങ്ങനെയാണോ? ശരിയാ, രണ്ടാമത് പറയാൻ കറക്റ്റ് ആക്കി രാജാവായിട്ടേ മരിക്കത്തുള്ളൂ. പക്ഷെ ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് ചാവാണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ വിളിച്ച അമ്മയ്ക്ക്, ഇങ്ങനെ വിളിച്ച തന്തയ്ക്ക്. അങ്ങനെയാണോ? എന്നെ മിക്കവാറും എന്നെ വിളിക്കാറുണ്ട് ആൾക്കാർ. ഈ ഓണം അതിന്റെ ഓണം എങ്ങനെ? ഇത് അമ്മയ്ക്ക്, സീരിയസ്ലി ഇതാണ് എന്റെ കണക്ക്. കറക്റ്റാണ് ചെയ്യാ. എന്നെ എല്ലാരും ഇങ്ങനെ വിളിക്കുന്നത്. എല്ലാം നീട്ടിയാ വിളിക്കില്ലേ? ചേച്ചി എന്റെ കൂടെ വന്ന് ചിരിച്ചു ചേച്ചില്ലേ, ഇതൊന്നും ഒന്നുമല്ല. സൂര്യചേട്ടൻ വന്നിരിക്കുന്നു. വ്ളോഗാണ് ഗൈസ്. നമ്മൾ സിറ്റി സെന്ററിൽ വന്നിരിക്കുകയാണ്. സിറ്റി സെന്റർ ബഹ്റൈൻ. കുറച്ച് ഷോപ്പിംഗ് പർച്ചേസിങ്ങിനൊക്കെ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. എൻ്റെ കൂടെ ഉള്ളത് അമ്മ. സോ നമ്മൾ സെഫോറ, മിസ് ഡിയോർ, പിന്നെ അതുപോലെ തന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്, ഇത് മൂന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ യാ, ഗൈസ് ഇവിടെ സുധി സെഫോറയിൽ നിന്ന് പെർഫ്യൂം മേടിക്കാൻ വന്നതാണ്. ഗൈസ് അപ്പം നമ്മൾ സെഫോറയിൽ കയറി പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. സുധി ഉണ്ട് എൻ്റെ കൂടെ. എന്തെങ്കിലും പറയടാ സുധി. അവനൊന്നും പറയാനില്ല ഗൈസ്. ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പം അത്രേ ഉള്ളൂ. For me, the blooming bouquet. yeah. You know, there is one piece just to inform you as a customer. Blooming bouquet. The last piece I have is 150 ml. Just to tell you, inform you. 50 ml extra. Difference of 80 ml. So you can give us that for the 100 ml price. Thank you. സെഫോറ, ഡിയോർ ഒരു രക്ഷയില്ല. ഡിയോറിൻ്റെ ഞാൻ മിസ് ഡിയോറിൻ്റെ ബ്ലൂമിങ് ആണ് എടുത്തത്. അത് അതിൻ്റെ കൂടെ നമുക്ക് കുറേ കോംപ്ലിമെൻറ്റ് ഗിഫ്റ്റ്സ് കിട്ടുന്നുണ്ട്. ഫൗണ്ടേഷൻ, പൗച്ച്, പിന്നെ സാമ്പിൾസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. സോ ഞാൻ മിസ് ഡിയോറിൻ്റെ ബ്ലൂമിങ് ബൊക്കെ മേടിച്ചിരിക്കുകയാണ് ഗൈസ്. സുജേട്ടാ ഒരു ഹായ് പറ ഗൈസ്. നമ്മൾ മദർ കെയറിൽ വന്നിരിക്കുകയാണ്. പർച്ചേസിങ് ഉണ്ട്. സോ ദേ ആർ പർച്ചേസിങ് ആൻഡ് ഐ ആം സ്റ്റാൻഡിങ് ഹിയർ. അച്ഛനോട് ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? അതുപോലെ അറിയാൻ നടന്നുകൊണ്ടിരിക്കുന്നത് സിറ്റി സെന്റർ, സെൻറ്റർ പോയിന്റ്. സെൻറ്റർ പോയിന്റ്. ആ, ഇത് നമ്മുടെ സുധി. അവൻ്റെ പൊട്ട ഡയലോഗ് അച്ഛാ. അത് കേട്ട് അച്ഛൻ മാത്രമേ ഇങ്ങനെ ചിരിക്കത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരുത്താനുണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. നല്ലതാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.